നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സൗദാമിനി കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാരും എന്നോട് ക്ഷമിക്കണം, കാരണം ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, നിനക്ക് എന്താടി പറയാനുള്ളേ? എനിക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പിന്നീട് ധർമ്മന്റെ അടുത്ത് നിന്നിട്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, സാർ എന്നോട് പൊറുക്കണം. സാറിന്റെ ജീവിതം തല്ലിക്കെടുത്തായിട്ട് വന്ന ഞാനാണ്. സാറ് ചെയ്യാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സാറിന്റെ കല്യാണം മുടക്കിയത് ഞാനാണ്. സാറിനോട് മാപ്പാക്കണമെന്നും പറഞ്ഞിങ്ങനെ കൈ കൂപ്പാണ്. സുകന്യ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ധർമ്മ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്താടി, എന്താ സംഭവിച്ചേ? നീ കാര്യം എന്താ വെച്ചാ പറ. അതമ്മേ, എല്ലാരും എന്നോട് പൊറുക്കണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, എന്ത് ശിക്ഷ വേണം നിങ്ങൾക്ക് എനിക്ക് തരാം. പക്ഷെ ഞാൻ ചെയ്ത അപരാധം എത്ര വലുതാന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞാനത് സ്വയം മനസ്സാലെ ചെയ്തതല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളാണ്. പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കണ സമയത്താണ് എന്റെ അടുത്തേക്ക് ഈ നിൽക്കുന്ന ഇയാൾ വന്നേന്ന് പറയണം. ഒരു നിമിഷം അച്യുതനും ഞെട്ടി. അച്യുതൻ പറഞ്ഞു, നീ എന്ത് ഭ്രാന്തൊക്കെയാടി പറയണേ? എനിക്കിപ്പോ ഭ്രാന്തൊന്നുമില്ല, ഞാൻ നല്ല മനസ്സോട് തന്നെ പറയണേ. എന്റെ മനസ്സൊക്കെ മാറ്റി ഭഗവാന്. ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാ എനിക്കൊരു തെളിഞ്ഞ മനസ്സുണ്ടായത്. ഞാൻ ചെയ്ത എത്ര വലിയ ദുഷ്ടത്തരമാണ്, എത്ര പേരുടെ കണ്ണീര് വീണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും ഇന്ദിരാൻ പറഞ്ഞു, കുട്ടി നീ പറയണം. ഈ നിൽക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാളാണ് എനിക്ക് പൈസ തന്നേന്ന് പറയണം. ഒരു നിമിഷം അച്യുതൻ ഞെട്ടിപ്പോയി. നീ എന്താടി പറഞ്ഞത്? ആലോചിച്ച് വെച്ചു, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ വന്ന് കള്ളത്തരങ്ങളൊക്കെ പറയണേ? അച്ഛന്റെ മോൻ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് പറയാനുള്ളത് മൊത്തം ഞാൻ പറയൂന്ന് പറയണേ. ഇന്ദിരാമ്മ പറഞ്ഞു, നീ പറഞ്ഞു, നിന്നെ ആരും ഇവിടെ തടയാൻ പോകുന്നില്ല. അച്ഛൻ ആകപ്പാടെ തീ വീണ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അതേ സമയത്ത് സൗദാമിനി പറഞ്ഞു, എല്ലാം ഇയാളെ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. കല്യാണത്തിന് തലേന്ന് വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് കീ കൊടുക്കുന്നൊരു പാവയെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് പണവും തന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒത്തിരി പേരുടെ കണ്ണീര് വീണ് പണമാണതെന്ന്. ഭഗവാനാണ് എന്നെ കണ്ണു തുറപ്പിച്ചേ. എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഭഗവാനാണ്. ആ ഭഗവാനാണ് എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. എനിക്കിവിടെ വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. ഞാൻ കാരണം ആ പാവം ദേവമംഗലത്തുള്ള ബാലേട്ടന് ഒത്തിരി അധികം വിഷമിച്ചു. ഞാൻ അങ്ങനെയൊക്കെ വന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാനും. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റയെടുത്തിയ. എന്നെ അങ്ങോട്ടേക്ക് അയച്ചോ ഈ നിൽക്കുന്ന ദുഷ്ടനാന്ന് പറയണോ? അത് കേട്ടപ്പോൾ അച്യുതനും വല്ലാത്തൊരു ദേഷ്യത്തോടെ അവിടെ നോക്കിയിട്ട് പറഞ്ഞു, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ഉള്ള സത്യാവസ്ഥ തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ദുഷ്ടനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനിയെങ്കിലും ഞാൻ വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല. മാത്രമല്ല ഭഗവാൻ എന്നെ വെറുതെ വിടാനും പോകുന്നില്ല. ഇന്ദിരാമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മ എന്നോട് പൊറുക്കണം. എന്ത് വേണം ഞാൻ പ്രായച്ചിത്തം ചെയ്തോളാം. ഇനി പോലീസിനെ വിളിക്കണേ നിങ്ങൾ വിളിച്ചോ, എനിക്ക് സമ്മതമാണ്. ഞാൻ ജയിലിൽ പോയി കിടക്കാനും ഒരുക്കുവാണ്. എന്നാലും ഈ പാപഭാരം എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു സമാധാനം കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദിരാമ്മ പറഞ്ഞു, മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണം. നീ പോയിക്കോ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു മനസ്ഥിതി കാണിച്ചല്ലോ, അതന്നെ ഭാഗ്യമായിട്ടാ കരുതുന്നത്. ഇന്നീ പൊയ്ക്കൊള്ളാൻ പറയണം. അങ്ങനെ ഒടുവില് സൗദാമിനി ധർമ്മനെയും സുകന്യനെയും നോക്കിയിട്ട് പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് പോകണം. ഇന്ദിരാമയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു. കേട്ടൊന്നും വിശ്വസിക്കാനാവാതെയാണ് ധർമ്മനും സുകന്യൊക്കെ നിൽക്കുന്നത്. എന്താ ഏതാ എങ്ങനെയാന്ന് പോലും മനസ്സിലായില്ല. അച്യുതനാണെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരു ഭയത്തോടു കൂടി ഇന്ദിരാമയെ നോക്കി. അതിനുശേഷം ഇന്ദിരാമ അച്യുതനെ വിളിക്കണം. എടാ അച്യുതാന്ന് വിളിക്കണം. അച്യുതൻ എന്താ അമ്മയെന്ന് ചോദിച്ചോണം കൂടെ വന്നു. ഒറ്റ അടിയായിരുന്നു അവന്റെ കർണം തീർത്ത്. എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? അമ്മയെ ഞാന്. പിന്നെ അവന്റെ കോളറിന് കുത്തിപ്പിടിച്ചു. ഇറങ്ങണം, ഇപ്പൊ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാം. അമ്മയെ ഞാന്. ആ സമയത്ത് അനന്തൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അനന്തനോട് ചോദിച്ചു, എടാ അനന്ത, നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടോന്ന് ചോദിക്കുക. അമ്മേ പങ്കുണ്ടെങ്കിലേ നീയും ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനന്തൻ പറഞ്ഞു, അമ്മേ എനിക്കും പങ്കുണ്ട്, പക്ഷെ ഇതിങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പറഞ്ഞ അനന്തൻ എഴുന്നേറ്റു. അനന്തൻ പറഞ്ഞു, ഇവൻ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. അമ്മേ തെറ്റുപറ്റിപ്പോയി. ഗോമതി സ്റ്റോഴ്സ് ബാലനോടുള്ള ദേഷ്യം കാരണമാണ്. അയാൾ ഒരിക്കലും ജയിക്കില്ലെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇന്ദിരാമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എടാ നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ. എന്റെ മക്കളായിട്ട് എന്റെ വയറ്റിൽ തന്നെ നീയൊക്കെ വന്ന് പിറന്നല്ലോ. ഇല്ല, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞ, അമ്മ മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. നിനക്കൊക്കെ എങ്ങനെ തോന്നിയിടാ ഈ ദുഷ്ടത്തരം ചെയ്യാനായിട്ട്? നീയൊക്കെ മനുഷ്യനാണോ? സ്വന്തം സഹോദരന്റെ ജീവിതം തകർത്തിട്ട് നീയൊക്കെ എന്ത് നേടിയിടാ? കോമഡി സ്റ്റോഴ്സ് ബാലനോടുള്ള ദേഷ്യം നിന്റെയൊക്കെ തീർന്നു കാണും. പക്ഷെ ധർമ്മന്റെ
ബാലിന്റെയൊക്കെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് അവരൊക്കെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഞാൻ പോലും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിന്നുപോയി ആ മണ്ഡപത്തില്. അതിന്റെ വിഷമം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊക്കെ എന്നും തന്ത്രോ കുതന്ത്രങ്ങളൊക്കെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പൊ നീ ചെയ്ത നെറുകേട് അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ലെന്ന് അച്യുതനോട് ഇന്ദിരാമ്മ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ രാജശ്രീ പറഞ്ഞു, അമ്മേ അത് പിന്നെ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഇവര് ചെയ്തതല്ലേ. ഇപ്പൊ ഇവര് ജയിച്ചു, ബാലൻ തോറ്റു. അത് പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മള്. അമ്മ അത്രയും കരുതിയാ മതി. രാജശ്രീ നീ ഒരു അക്ഷരം മിണ്ടരുത്, അറിയാലോ. ആര് തോറ്റെന്ന്? ഇവിടെ ആരാ തോറ്റത്? ശരിക്കും തോറ്റത് ഈ നിൽക്കുന്ന രണ്ടെണ്ണങ്ങളാ, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോഴേക്കും നന്ദേത് പറഞ്ഞു, എന്നാലും എങ്ങനെ തോന്നി അനന്തേട്ടാ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട്? ഒന്നുമല്ലാലും നിങ്ങളുടെ ചോരയല്ലേ, സ്വന്തം സഹോദരനല്ലേ ധർമ്മന്. എന്നിട്ട് അവനോട് നിങ്ങളുടെ കുഞ്ഞനുജനോട് നിങ്ങൾ ഈ ചതി ചെയ്തല്ലോ. ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിച്ചു പോലുമില്ല. അങ്ങനെയൊക്കെ നന്ദിത പറയണം. ആ സമയം സുകന്യ ധർമ്മനെ ഒന്ന് നോക്കി. ധർമ്മൻ പെട്ടെന്ന് അച്യുതന്റെയൊക്കെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കർണത്ത് അടിക്കണമെന്നുണ്ട്, നിങ്ങളെ തല്ലി കൊല്ലണമെന്നുണ്ട്, നിങ്ങളെ ശപിച്ച് ഭസ്മമാക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ മൃഗമല്ല ഞാന്. നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, കല്യാണം മുടക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പറയണം. ഈ വിവാഹബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന് ഞങ്ങള്. പക്ഷെ നിങ്ങളത് അനുസരിച്ചില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വന്നു. ഞാൻ എൻ്റെ ഏട്ടന്മാരെ വിശ്വസിച്ചു. അതിന് നിങ്ങൾ തന്ന കൂലിയ. എനിക്ക് നാണമാണ് നിങ്ങളെക്കുറിച്ച് പറയാൻ പോലും. നിങ്ങളുടെ കർണത്തടിക്കുവാണെങ്കിൽ എൻ്റെ കൈ വരെ അറയ്ക്കും. അതുപോലത്തെ സ്വഭാവമല്ലേ നിങ്ങൾ കാഴ്ചവെച്ചത്. എങ്ങനെ തോന്നി നിങ്ങൾക്കിത് എന്ന് പറഞ്ഞാൽ കോളറിനോട് കുത്തിപ്പിടിച്ച് കുലുക്കുകയാണ്. എടാ മോനെ എന്നൊക്കെ അച്യുതൻ വിളിച്ചു. മിണ്ടരുത്, ഇനി അങ്ങനെ വിളിക്കാണ്ട് നിങ്ങൾക്ക് യോഗ്യതയില്ല. നിങ്ങളുടെ മകനോ? നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെക്കുറിച്ച്? നിങ്ങളെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് ക്രൂരതയെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പിന്നീട് പറഞ്ഞു, സുകന്യക്ക് ഇതിനകത്ത് സുകന്യയുടെ വീട്ടുകാർക്കും പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യസമയത്ത് തന്നെ അവിടെ ഒരുങ്ങി വന്നേ. പക്ഷെ ആ സമയത്ത് അവൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഇനി അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവൾ ഞാൻ എൻ്റെ കൂടെ കൂട്ടും, കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അറിയാലോ. ഇനിയിപ്പോൾ അവളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് അവളിങ്ങനെ കൃത്യമായിട്ട് വന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ചതിയുണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. സുകന്യയോട് പറഞ്ഞു, നീ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എടുത്തോണ്ട് വാ. എല്ലാ സാധനങ്ങളും എടുത്തോ. ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കുന്നില്ല. അപ്പോഴേക്കും അനന്ത പറഞ്ഞു, മോനെ മിണ്ടരുത്. ഇവിടെ ഞാൻ നിൽക്കണം ഇനിയില്ലേ. ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിങ്ങൾ ചെയ്ത ചതിക്ക് ഇതാണ്. ശരിക്കും ഇവിടെ തോറ്റുപോയത് നിങ്ങളാണ്. ഗോമതി സ്റ്റോഴ്സ് ബാലനല്ല. ബാലന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ലാതായി തീർന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സമയം സുകന്യ അനങ്ങാൻ നിൽക്കണം. നിന്നോടല്ലേ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞേ. നിന്റെ ഭർത്താവ് പറയണേ നിനക്ക് സാധനങ്ങളൊക്കെ വേണേ പോയി എടുത്തോണ്ട് വരാൻ പറയണം. നമ്മളിപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഇതുപോലുള്ള ചതിയന്മാരുടെ കൂടെ ജീവിക്കാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. സുകന്യ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അച്യുതനോട് പറഞ്ഞു, എന്നാലും ഇത്ര നെറികെട്ട രണ്ട് ചേട്ടന്മാരാണ് ഇരിക്കുന്നു ഉണ്ടെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്? ഞാനൊരു പാവമല്ലായിരുന്നോ? നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ വന്നിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾ എന്നെ മണ്ടനായിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മണ്ടനാന്ന് നിങ്ങളുടെ മുന്നേ അഭിനയിച്ചു. പക്ഷെ അതെന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ആയിരുന്നില്ല. എൻ്റെ ചേട്ടന്മാരെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു, ഈ കുടുംബത്തിലുള്ളവര്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഭിനയിച്ച് നിങ്ങൾ എന്തൊക്കെ എന്നെ ചെയ്താലും വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കയറി വന്നോണ്ടിരുന്നേ. വീട് നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മയുടെ നെഞ്ചുപൊട്ടി അമ്മ കരയുവാണ്. നിങ്ങൾ കാരണം പലരും കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ അത്രയ്ക്ക് പാവാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അമ്മ വേദനിക്കും. അതുകൊണ്ട് മാത്രം ഇപ്പം ഞാനൊന്നും പറയണില്ല. ഒടുവിൽ സുകന്യ ഭാഗമൊക്കെ എടുത്തോണ്ട് വന്നു. ഈ സമയം ഇന്ദിരാമ്മയുടെ അടുത്ത് എന്നിട്ട് ധർമ്മം പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഇറങ്ങുക. ഇറങ്ങിക്കോ മോനെ. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. ഇവർ ചെയ്ത് ചതിക്ക് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രതികാര കാര്യം നീ ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളതാണ്. നീ പൊയ്ക്കോ. എനിക്ക് നിവൃത്തിയുണ്ടായാലും ഞാനും ഇങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോയിക്കോളാം. ഈ ചതിമാർ ഇവിടെ തന്നെ കഴിഞ്ഞേനാ. നിനക്ക് എവിടെ പോയാലും നല്ലത് തന്നെ വരുള്ളൂ. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അതെ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവരിത് ചെയ്തേ. ബാലേട്ടന്റെ ഭാഗത്ത് സത്യം ഉണ്ടായിരുന്നു, സത്യവും ന്യായവും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം ഇന്ന് എവിടെയും ജയിച്ചിട്ടുള്ളൂ. ഇനി ബാലേട്ടൻ തന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ. ഇന്ദിരാൻ പറഞ്ഞു, നീ പറഞ്ഞ് 100% ശരിയാണ് മോനെ. സത്യം എവിടെയും ജയിക്കത്തുള്ളൂ. ഈ നെറിയിട്ടവന്മാരുടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, വിഷമിക്കൊന്നും വേണ്ട. സുകന്യയോട് പറഞ്ഞു, ഇവൻ പാവമാണ്. ഇവനോടൊപ്പം ഒരു നല്ല ജീവിതം നിനക്ക് കിട്ടാൻ പോന്നേ. ഇവൻ പറഞ്ഞ പോലെ കൂടുതലൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. നിന്റെ ഭർത്താവാ ഇവന്. ഇവൻ പറയുന്ന അനുസരിച്ച് ഇവനോടൊപ്പം ജീവിക്കാന്നൊക്കെ പറയണം. ഒടുവില് ധർമ്മൻ സുകന്യയും വിളിച്ചോണ്ട് അവിടുന്ന് നേരെ ദേവമംഗലത്തേക്ക് ഇറങ്ങുവാണ്. അതേസമയം നെഞ്ചു പൊട്ടി നിൽക്കുവാണ് അനന്തനും അച്യുതനും ഒക്കെ. പിന്നീട് സുകന്യയും വിളിച്ചോണ്ട്
ധർമ്മന് ദേവമംഗലത്തേക്ക് വരുമ്പോൾ ഗോമതി ആ കാഴ്ച കണ്ടു. മോനെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് ധർമ്മനെ. അപ്പോഴേക്കും ബാലിനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബാലിനും ആര്യനും ആനന്ദും എല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, ഞാൻ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു. ആ അല്ല, അളിയൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു. അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിന്റെ കല്യാണം മുടക്കാനായിട്ട് വന്നവള്. എന്നിട്ട് അളിയൻ എന്താ അങ്ങോട്ടേക്ക് വരായിരുന്നേ? അവിടെ ആ സമയത്ത് തന്നെ അവള് വിളിച്ചോണ്ട് വരണ്ടായിരുന്നോ? അളിയും വേണ്ടായിരുന്നോ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കിട്ടും കൊടുക്കാനായിട്ട്? അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതെന്താ അളി അങ്ങനെ പറഞ്ഞേ? എടാ, അവരങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടൊരു നല്ല കാര്യം ചെയ്തില്ലേ? നിന്റെ വിവാഹം നടത്തിയില്ലേ? അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നേ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ ചതിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അറിഞ്ഞതാ. പക്ഷെ നിന്റെ കല്യാണം നടക്കുന്ന അറിഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, അളിയാ, അവർക്ക് കൊടുക്കാനുള്ള നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി ആ കാര്യം ഓർത്ത് അളിയൻ പേടിക്കണ്ട. എന്റെ വായി വന്നല്ല ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എങ്ങോട്ട് പോന്നേ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടെ നിൽക്കണം? അവർക്ക് കൊടുക്കാനുള്ള പണിയും കൊടുത്ത് ഞാൻ ഇവിടെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെയല്ലേ നിൽക്കണ്ടേ? എന്റെ വീടല്ലേ ഇത്. അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട ധർമ്മ, നീ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. പിന്നീട് ഗോമതിയോട്, നീ ആ നിലവിളക്ക് കൊടുത്തോണ്ട് ഇവരെ സ്വീകരിക്കാൻ പറയണം. ആ സമയത്ത് ആര്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ, നിലവിളക്കൊക്കെ കൊടുത്ത് സ്വീകരിച്ചതിന് ശേഷം ഒരു കാര്യമുണ്ട്, നമുക്ക് നല്ലൊരു പണി കൊടുക്കണ്ടേ? ഇത്രയും ദിവസം നമ്മളെല്ലാരും കാത്തുകാത്തിരുന്ന മാമന്റെ കല്യാണം എല്ലാം മുടക്കിയത്, അതിനുള്ള പണി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ സത്യങ്ങളൊക്കെ എല്ലാം പുറത്തു വന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോയി നാളെ കൊടുക്കാന്ന് പറയണം. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.